നമ്മളുടെ കരുത്ത് നമ്മുടെ മാനേജിംഗ് എഡിറ്റർ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ ഉണ്ട്. ആന്റോ അഗസ്റ്റിൻ, ഓൾ യുവേഴ്സ്. മൂന്നാമത്തെ വർഷത്തേക്ക് കടക്കുന്നു, ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അരുൺ സാർ, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒന്നാമത്തെ ആനിവേഴ്സറി 13ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ 2ാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ 1ാം സ്ഥാനത്തേക്കാണ്. കാരണം ഒരു വർഷം കൊണ്ട് 2ാം സ്ഥാനത്തും 2ാമത്തെ വർഷത്തേക്ക് 1ാം സ്ഥാനത്തും എത്തുന്ന എനിക്ക് തോന്നുന്നില്ല അധികം റീജിയണൽ ചാനലുകൾക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് എന്നുള്ളതാണ്. ജീവനക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയ് സാർ പറഞ്ഞതുപോലെ താഴെ തട്ട് തുടങ്ങി മേലത്തെ എഡിറ്റോറിയൽ ബോർഡ് വരെയുള്ള ആൾക്കാരുടെ കഠിനാധ്വാനമാണ്. അങ്ങടക്കം എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നത് എന്നോട് ചോദിച്ചാൽ നമുക്കറിയാനില്ല. എഡിറ്റോറിയൽ ബോർഡ് ഇപ്പോൾ സ്മൃതി ആയാലും സുജി ആയാലും പിന്നെ ജിമ്മി സാറാണെങ്കിലും എല്ലാവരോടും ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അവർ എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മൾ AR VR, അതുപോലെ തന്നെ പ്രമോ, അതുപോലെ ഡെസ്ക്, ക്യാമറ, അതുപോലെ ഫീൽഡിൽ റിപ്പോർട്ടർമാർ. അപ്പം ഫീൽഡിൽ റിപ്പോർട്ടർമാരെന്ന് പറയുന്നത് അത്രയധികം കഠിനാധ്വാനമാണ്. കഠിനാധ്വാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുവരെ വാർത്തയിൽ ഒരു പക്ഷപാതവും നടത്താതെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. ആരുടെയും ഒരു ഫോൺ കോളിന് പോലും നമ്മൾ അത് നിർത്തിവെക്കുകയോ മാറ്റിവെക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ചാനലായി മാറി എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും അവരുടെ വിഷമങ്ങൾ പുറത്ത് ലോകത്തേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ള ടാഗ് ലൈൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് അതിലോട് മാക്സിമം നീതി പുലർത്താൻ റിപ്പോർട്ടർ TV കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇന്ന് തന്നെ അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ബാങ്കുകൾ ചെയ്യുന്ന ഒരു വലിയ കൊള്ളയാണ് ഈ സിവിലുമായി ബന്ധപ്പെട്ടിട്ട്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ചാനൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതിൻ്റെ ഒരു വലിയ ലൈവത്തോണാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഏത് അറ്റം വരാൻ പോകുന്നുണ്ടോ ആ അറ്റം വരെ നമ്മൾ പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ക്രെഡിറ്റ്, ഈ 1ാം സ്ഥാനത്തിൻ്റെ ക്രെഡിറ്റ്, ഈ ആഘോഷത്തിൻ്റെ ക്രെഡിറ്റ് എല്ലാം ഈ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരുടേതാണ്. അവർ മാത്രമല്ല അവരുടെ കൂടെ നിൽക്കുക അവരുടെ ഫാമിലീൻ്റെയും കൂടെയാണ്. ഓരോരുത്തരുടെ വീട്ടിലെ ഫാമിലി, അവരുടെ വൈഫ്, ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, മക്കൾ ഇവരൊന്നും സഹകരിച്ചില്ല. ഇവർക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഡിറ്റോറിയൽ ബോർഡിൻ്റെ അടക്കമാണ് ഞാൻ പറയുന്നത്. കാരണം രാത്രി 12 മണിക്കും 11 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ അവരൊക്കെ നൽകുന്ന ഒരു പ്രോത്സാഹനമാണ് റിപ്പോർട്ടർ TVയുടെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ നിന്നതിന്, ഞങ്ങൾ 1ാം സ്ഥാനത്ത് എത്തിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. വലിയ വിജയം ഇനിയും ഉണ്ടാവുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് റിപ്പോർട്ടർ TV 15ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ റീജിയണൽ ചാനലുകളിൽ ഏറ്റവും സാങ്കേതിക മികവോടുകൂടിയാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. അതിന് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ എക്യുപ്മെൻറ്റ്, ഏതെങ്കിലും ഒരു പുതിയ സംവിധാനം വേണമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ച് പഠിച്ച് വളരെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നമുക്കത് സാധ്യമാവുന്നത്.